താൻ തന്റെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രസന്റ്. എനിക്ക് മനസ്സിലായില്ല. അതെ, തോന്നുന്ന നേരത്തെ ആ ഷവറിന്റെ ചോട്ട് ചെന്ന് നിന്നാലേ ഇങ്ങനെയൊക്കെയാ സംഭവിക്കുക. കുളിക്കാനായാലും കഴിക്കാനായാലും ഒരു കൃത്യനിഷ്ഠയൊക്കെ വേണം. ഞാൻ കണ്ടിട്ടുണ്ട് പല സമയത്തും പട്ടിണി ഇരിക്കുന്നത്. ഇനി അതൊന്നും പറ്റില്ല. ഞാൻ ഭക്ഷണം എടുത്തു തന്നാൽ കൃത്യമായിട്ട് കഴിച്ചോണം, കേട്ടല്ലോ? പിന്നെ നേരത്തെ കഴിക്കാതെയും കുടിക്കാതെയും ഇരുന്നിട്ട് എന്തെങ്കിലും പറ്റിപ്പോയാ എനിക്ക് വേറെ ആരും ഇല്ല, കേട്ടല്ലോ? എടുത്തേ, ഇത് കണ്ടോ? എന്റെ കെയർ മുഴുവൻ ഒരാൾ ഏറ്റെടുത്തിരിക്കുക. എനിക്കിപ്പോ ചോദിക്കാനും പറയാനും ആളൊക്കെ ഉണ്ട്. എടുത്തി ഒന്ന് സൂക്ഷിച്ചോ. ആ, അക്കാര്യത്തിൽ അവിടെ ഒരു വിരോധമുണ്ട്. എന്റെ അമ്മ വാശി പിടിച്ച് കഴിക്കാതെ കിടക്കുമ്പോ നിർബന്ധിച്ച് കഴിപ്പിക്കണ്ട. കൂടെ ഇരുന്ന് കരയാണോ വേണ്ടത്? അയ്യടാ, ഇപ്പൊ എന്റെ കുറ്റായോ? കുറ്റം പറഞ്ഞൊന്നല്ല. എനിക്കിപ്പോ സത്യം പറഞ്ഞ എന്റെ അമ്മ എങ്ങനെ സ്നേഹിക്കണം എന്ന് തന്നെ അറിയില്ല. ശരിക്കണ്ട, ഇവിടുന്ന് അങ്ങോട്ടേ ഞാൻ അമ്മയെ, അമ്മ മോളുവാ. പറയുന്ന അനുസരിച്ചില്ലെങ്കിലേ നല്ല പെട വെച്ചായിരുന്നു ഞാൻ. എന്നുവച്ചാ എന്നെ തല്ലാൻ പോവാന്ന്. കൈ വച്ചാണോ ഇനി വടിയെടുത്തിട്ടാണോ? അത് ആ, എണീറ്റ്. മോളെ, മോളെ വേണ്ട, നിർത്തോളെ. മോളെ വേണ്ട. മോളെ മോളെ മതി മോളെ. മോളെ, ഇതാണ് എന്റെ ശിക്ഷ. ഇത്രേ ഉള്ളൂ. ഇതാണ് അമ്മയുടെ മോൾക്ക് അറിയാവുന്നത്. ഇല്ല മാഡം, ഒരു കാരണവശാലും അത് നടക്കില്ല. എന്റെയും രാധികയുടെയും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് പ്രിയങ്ക കോടികൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് അവൾ ആർക്കും ഇല്ലാതെ തുളച്ചും കളഞ്ഞു. ഇനി വീണ്ടും ഒരു 25 കോടി രൂപയോ? വരുൺ, ഞാൻ പ്രിയങ്കയോട് സംസാരിച്ചു നോക്കി. പക്ഷേ തുകയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവൾ തയ്യാറല്ല. അവളും അവളുടെ മുത്തശ്ശിയും അന്യരെ വിലപേശി ജീവിക്കാൻ തീരുമാനിച്ചവരാ. അക്കാര്യത്തിൽ എനിക്കും സംശയമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോ നമ്മുടെ മുൻപിലുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ്. വരുൺ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. വരുണും രാധികയും പരസ്പരം സ്നേഹിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഒരു കാരണവശാലും പിരിയാൻ പറ്റില്ല. പക്ഷേ പ്രിയങ്കയുടെ ജയിൽവാസം അതൊരുപാട് നാള് നീളുമെന്ന് പ്രതീക്ഷിക്കണ്ട. അവൾ പുറത്തിറങ്ങും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹബന്ധത്തിന് ഏറ്റവും വലിയ കല്ലുകടി പ്രിയങ്കയായിരിക്കും. മനസമാധാനത്തോടെ ജീവിക്കാൻ അവർ സമ്മതിക്കില്ല വരുൺ. മാത്രമല്ല, നിയമപരമായ വിവാഹബന്ധം പ്രിയങ്കയുടെ ആയതുകൊണ്ട് കോടതി നിങ്ങളോട് പിരിഞ്ഞു താമസിക്കാൻ പറഞ്ഞാൽ നിങ്ങളത് അനുസരിക്കേണ്ടി വരും. അത് സഹിക്കാൻ പറ്റുമോ നിങ്ങളെക്കൊണ്ട്? പറ്റില്ല, ഞങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ പറ്റില്ല. എങ്കിൽ പ്രിയങ്കയുടെ ഡിമാൻഡ് കാര്യമായിട്ട് തന്നെ ആലോചിക്ക്. വരുൺ മാത്രമായിട്ട് വേണ്ട, അച്ഛനോട് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യേ. ഇതിപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സാധ്യത ഉള്ളതുകൊണ്ട് മാത്ര. പക്ഷെ അവരെ എങ്ങനെ വിശ്വസിക്കും? ചതിക്കാൻ മാത്രം അറിയാവുന്ന കൂട്ടരാ. അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ആ കാര്യം എനിക്ക് വിട്ടേക്ക്. നഷ്ടപരിഹാരം കൊടുക്കുകയാണെങ്കിൽ അത് നിയമപ്രകാരം തന്നെയായിരിക്കും. ഒരു കാരണവശാലും അവർക്ക് അതിലൊരു ചതി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ അവരെ ജയിലിൽ അയക്കാനുള്ള മാർഗം എനിക്കറിയാം. അത് വരുണിനെ ഒരിക്കലും ബാധിക്കില്ല. ശരി, ഞാൻ അച്ഛനോടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, അതിനുശേഷം പറയാം.
ആ ബാധ്യത കാലാകാലത്തിന് ഒഴിഞ്ഞു പോകുന്നെങ്കിൽ അതിൽ പര സന്തോഷം വേറൊന്നുമില്ല. എന്താ ബെഞ്ചമിൻ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എന്റെ സഹോദരി ഉണ്ടല്ലോ സാറാ, അവള് ഗൗതത്തിനൊരു പ്രസന്റ് ഒന്ന് വിട്ടിട്ടുണ്ട്. ഏ, എനിക്ക് പ്രസന്റോ? യെസ്, വളരെ വില കൂടിയ ഒരു പ്രസന്റ്. ഒരു പക്ഷേ താൻ തന്റെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രസന്റ്. എനിക്ക് മനസ്സിലായില്ല. ഉം. എങ്ങനെയാ അച്ഛാ? ബെഞ്ചമിൻ എന്നോടൊന്നും പറഞ്ഞില്ല. സോറി ഗൗതം, ഞാൻ പറഞ്ഞിരുന്നില്ലേ തന്റെ അച്ഛനെ പുറത്തിറക്കുന്ന പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ സഹോദരി സാറയ്ക്കാണെന്ന്. അവളുടെ ശീലം അങ്ങനെയാ. എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അറിയാൻ തുടങ്ങുക. ഈ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. ബെഞ്ചമിൻ, തന്റെ സഹോദരിയോട് എനിക്കൊന്ന് സംസാരിക്കണം. ഷോ സാർ. ആ സാറാ, ചന്ദ്രശേഖർ സാറിന് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. ഞാൻ കൊടുക്കാം. ഹലോ സാറ. ഹലോ സർ. താങ്ക് യു സാറ. ബെഞ്ചമിൻ എന്നോട് വന്ന് സാറയുടെ കാര്യം പറഞ്ഞിരുന്നുവെങ്കിലും താൻ ഇത്രയ്ക്ക് പവർഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സർവ്വശക്തിയും പ്രയോഗിക്കണ്ടേ സർ? ഗുഡ്. ഈ വേണ്ടപ്പെട്ടതെന്ന പ്രയോഗം